വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് പരിപാടിയാണ് കേട്ടോ. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. പീനട്ട് ബട്ടർ ഞങ്ങൾ അങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങാറില്ല. ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ പ്രിസർവേറ്റീവ്സും ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു, കഴിഞ്ഞു പോയപ്പോൾ എന്തായാലും ഉണ്ടാക്കണം. എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് കാണിച്ചു തരാം. ഇൻട്രോ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ ചെയ്യുന്നതൊക്കെ അമ്മയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളിവിടെ തൊണ്ടുള്ള കപ്പലണ്ടി കൂടാണ് ഉണ്ടാക്കുന്നത്. തൊണ്ടോട് കൂടിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെയും ചെയ്യാം, ഞങ്ങളങ്ങനെ കളയാറില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. തൊണ്ടോട് കൂടിയും ചെയ്യാം. ഇതിപ്പോൾ എത്രയാണ്? 250. അര കിലോ നമ്മൾ ഞങ്ങൾ 1 കിലോ മേടിച്ചതാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് എവിടെ നിന്നാണ് ഉണ്ടാക്കി. ഇതിപ്പോൾ ഒരു 250 ഉണ്ടാവും. ചെയ്യല്ലേ? ആദ്യം നമുക്കിത് വറുത്തെടുക്കണം. വറുത്താൽ ജസ്റ്റ് ചൂടാക്കി എടുക്കണം. അതാണ് ചൂടവിടെ പെട്ടെന്നാവും. നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടുമല്ലേ? നല്ല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പീനട്ട് ബട്ടർ, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഞങ്ങൾ ഉച്ചയ്ക്കാണ് തുടങ്ങിയത്. എത്ര മണിയാണ്? 3:25. രാവിലെ മുതലേ തുടങ്ങിയതാ. ഉണ്ടാക്കണ്ടേ ഉണ്ടോ? എന്തോ പൊട്ടിത്തെറിയൊക്കെ കേൾക്കുന്നുണ്ട്. ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് തണുത്തിട്ട് വേണം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അല്ലേ? ഇനി ഇതിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ കേട്ടോ. അതൊന്ന് കുറച്ച് നടിച്ചിട്ട് മാറ്റി വെക്കണം. ആയോ? കുറച്ചും കൂടെ ആയി തുടങ്ങിയ? ആയി തുടങ്ങി. അടിയിലൊക്കെ ആയി തുടങ്ങി. ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ അറിയണം അല്ലേ? കുറച്ചുകൂടി ഒരു നുള്ളു ഉപ്പിടും കേട്ടോ. നുള്ളു പോരെ? വേറെ ഒന്നും ഞങ്ങളിതിൽ ആഡ് ചെയ്യുന്നില്ല. ഷുഗറോ ഹണി പിന്നെ പ്രഷർ ഒന്നും ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല. ഉപ്പും ഈ കപ്പലണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. യെസ്, റെഡി ആയിരിക്കുകയാണ്. കണ്ട് സിമ്പിൾ പരിപാടി. ഇപ്പോൾ ഇനി അരക്കണ്ടല്ലോ. ഒന്നും കൂടെ ആ മൂടിക്കകത്തുള്ള അടിപൊളി. അങ്ങനെ പീനട്ട് ബട്ടർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട്, ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കണം. ഓക്കെ, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇത് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. 1 വീക്കൊക്കെ ഇത് പുറത്ത് വെക്കാം. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ച കുറച്ച് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചില്ലേ, അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ ഞങ്ങളുടെ പീനട്ട് ബട്ടർ റെഡി ആയിരിക്കുകയാണ്. സിമ്പിളാണ് കേട്ടോ. കപ്പലണ്ടി മേടിക്കുക, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക, മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ് പീനട്ട് ബട്ടർ വീട്ടിലുണ്ടാക്കാൻ. പീനട്ട് ബട്ടർ ഉപയോഗിക്കുന്നവർ മാക്സിമം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക.
കടയിൽ നിന്നാകുമ്പം പ്രിസർവേറ്റീവ്സും ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചിലവർ ഇതിൽ ഹണി ആഡ് ചെയ്യും കേട്ടോ. ഹണി ഞങ്ങൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്യാറില്ല. പിന്നെ ഷുഗറിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കും. ഞങ്ങൾ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടിപൊളി ഇൻട്രോയും പിന്നെ എൻഡിങ്ങും എൻ്റെ വക. ബാക്കി ചെയ്തതൊക്കെ അമ്മയാണ് കേട്ടോ. ഇനി ബ്രെഡ് ആ 4 മണിയായില്ലേ. അപ്പോൾ നമുക്ക് പീനട്ട് ബട്ടറും വീച്ച് ബ്രെഡും കൂട്ടി ചായ കുടിക്കാം.